അടുത്ത് ഇൻഫോ പ്ലസിലെ UN ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഉത്സവമാണ് ദീപാവലി. UN പോസ്റ്റൽ സർവീസ് ഫോറവർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ഇന്ത്യയിലെ ഉത്സവമാണ് ദീപാവലി. ചരിത്രത്തിലാദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷയാണ് സംസ്കൃതം. UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും. UN പൊതുസഭ ആറാമത്തെ ഔദ്യോഗിക ഭാഷയായി അറബിക് ഉൾപ്പെടുത്തിയ വർഷം 1973. UN ചാർട്ടറിന്റെ മുഖ്യ ശില്പിയാണ് ഫീൽഡ് മാർഷൽ സ്മാർട്സ്. ഐക്യരാഷ്ട്രസഭയിൽ നിലവിലെ അംഗരാജ്യങ്ങൾ 193. ഐക്യരാഷ്ട്രസഭയിൽ അവസാനം അംഗമായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഐക്യരാഷ്ട്രസഭയിൽ ദക്ഷിണ സുഡാൻ അംഗമായത് 2011 ജൂലൈ 14. നിലവിലെ UN സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗലിലെ മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി അടുത്ത് ഇൻഫോ പ്ലസിൽ തന്നെ ചെറിയൊരു ബോക്സിൽ UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്കയിലാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പൊതുവായി 6 ഘടകങ്ങളുണ്ട്. പൊതുസഭ അഥവാ ദ ജനറൽ അസംബ്ലി, രക്ഷാസമിതി അഥവാ ദ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ നിലവിൽ 5 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. പൊതുവായി പറഞ്ഞ 6 ഘടകങ്ങളുണ്ട്, എന്നാൽ ഇപ്പോൾ നിലവിൽ 5 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പൊതുസഭ എന്ന് നോക്കാം. പൊതുസഭ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും പൊതുസഭയിൽ അംഗങ്ങളാണ്. UNOയുടെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെന്റ് എന്ന വിശേഷണമുള്ള UN ഘടകമാണ് പൊതുസഭ. UN കാര്യവിചാരസഭ, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടന കൂടിയാണ് പൊതുസഭ. ഐക്യരാഷ്ട്രസഭയുടെ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യമുള്ള ഏക ഘടകം പൊതുസഭയാണ്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. പുതിയ രാഷ്ട്രങ്ങൾക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയാണ്. ഓരോ അംഗരാജ്യത്തിനും പൊതുസഭയിലേക്ക് അയക്കാവുന്ന പ്രതിനിധികളുടെ എണ്ണം 5. UN പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കുവാൻ വേണ്ട ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷം. ലോകത്തിലെ ഏത് ഭാഷയിലും UN പൊതുസഭയിൽ പ്രസംഗിക്കാവുന്നതാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്ന സഭയാണ് പൊതുസഭ. UNന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന സഭ കൂടിയാണ് പൊതുസഭ. ബഡ്ജറ്റിന്റെ നിയന്ത്രണം പൊതുസഭയിൽ നിക്ഷിപ്തമാണ്. വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പൊതുസഭ സമ്മേളിച്ചിരിക്കണം. പൊതുസഭയിലെ പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ്. UN പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റാണ് പോൾ ഹെൻറി സ്പാർക്ക് ബെൻ. ഇന്ത്യയിൽ നിന്നും UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 ബാലാവകാശങ്ങളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രഖ്യാപനമുണ്ടായ വർഷം 1989. കുട്ടികൾക്കായുള്ള ലോക ഉച്ചകോടി ന്യൂയോർക്കിൽ നടന്നത് 1990. UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്ന വർഷമാണ് 2002. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ പൊതുസഭയുടെ ആദ്യ യോഗം ആരംഭിച്ചത് 1946 ജനുവരി 10. പൊതുസഭയിൽ പ്രസിഡന്റായ പാകിസ്ഥാൻകാരനാണ് മുഹമ്മദ് സഫറുള്ള ഖാൻ. UN പൊതുസഭയിലെ അംഗങ്ങൾക്ക് വീറ്റോ അധികാരമില്ല. UN പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം 6. എല്ലാ രാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ അയക്കാമെങ്കിലും 1 അംഗത്തിന് മാത്രമേ വോട്ട് ചെയ്യാനാകൂ. എല്ലാ വർഷവും സെപ്റ്റംബറിൽ പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കും. പൊതുസഭയിലെ നിലവിലെ അംഗങ്ങൾ 193. ദെൻ പോയിന്റ് ടു റിമെമ്പർ ബോക്സിൽ UNന്റെ സുസ്ഥിര ഗതാഗത വികസന ഉന്നത സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് E. ശ്രീധരൻ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീ വിവേചന നിവാരണ പരിപാടി.